ഹേ ഓൾ എന്തില്ല അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ അപ്പോൾ എല്ലാവർക്കും നല്ല സുഖാന്ന് വിശ്വസിക്കുന്നത്. നോമ്പെങ്ങനെയുണ്ട്? നോമ്പും തുടങ്ങി, നാട്ടിൽ നല്ല ചൂടും തുടങ്ങി, വേർക്കത്ത്. ഇപ്പം മന്തി ഉണ്ടാക്കുന്ന വീട് ഭയങ്കര കുറവായിരിക്കും അല്ലേ? എല്ലാവരുടെ വീട്ടിലും മന്തി ഉണ്ടാക്കും. എൻ്റെ വീട്ടിലിപ്പം ബിരിയാണിനെക്കാട്ടി കൂടുതൽ മന്തിയാക്കൽ ഉണ്ടാക്കാൻ ഈസിയാ, അതൊരു പോയിന്റ്സാ. പിന്നെ ടേസ്റ്റും കൊടുത്തല്ല, ബിരിയാണിനെക്കാട്ടി എനിക്കിഷ്ടം മന്തി തന്നെയാ. പക്ഷേ നിങ്ങൾ ഹനീത്ത് തിന്നിനാ? ഇനി നമുക്ക് ഇരുന്നിട്ട് സംസാരിക്കാം, നമുക്ക് നിൽക്കാൻ കഴിയില്ല. എപ്പോൾ മന്തിന്ന് തിന്ന് മടുത്ത് എന്ന് പറയൂല, എനിക്കിഷ്ടമാണ്. പക്ഷെ എനിക്ക് വേറെ വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ കസിൻ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഹനീത്ത് ഉണ്ടാക്കുന്നത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ആൻഡ് ഓള് പറഞ്ഞാൽ ഒരു സീക്രറ്റ് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തരും, നല്ല ടേസ്റ്റാണ്. സാധാ ഹനീത്തിൻ്റെ മസാല ഹവായിജ് മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റാണ് ഇവൾ പറഞ്ഞ ഈ സീക്രറ്റ് ഇൻഗ്രീഡിയൻറ്റും കൂടി യൂസ് ചെയ്ത് തരാം ഹനീത്തിനുള്ള. സോ നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഈ ഹനീത്താക്കാൻ ഫസ്റ്റ് ഈ ഹനീത്തിൻ്റെ ഒരു മസാല ഉണ്ട്, സ്പെഷ്യൽ മസാല പൗഡർ, അത് ഫസ്റ്റ് ആക്കിയെടുക്കാം. ഇതിന് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഹോൾ പെപ്പർ കോൺസ് ഇല്ലേ അത്, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഏലക്കായും ഗ്രാമ്പൂ. ഏലക്കായ ഒരു 6-7 എടുത്തിട്ടുണ്ടാവും, ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നിങ്ങളുടെ അടുത്ത് മല്ലി ഉണ്ടെങ്കിൽ, പൊടിക്കാത്ത മല്ലി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇതിൻ്റെ പിറം തന്നെ ചൂടാക്കുക. അല്ലെങ്കിൽ ഇതൊന്ന് ചെറുതായി ചൂടായി കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വേഗം റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം റോസ്റ്റ് ചെയ്യാറ്. ഇനി ചൂടാറി കഴിഞ്ഞാൽ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കുക. ഇത് പൊടിച്ചിട്ട് ജാറ് തുറക്കുമ്പോൾ അടിപൊളി സ്മെല്ല. ഇതാണ് ഹവായിജ് സ്പൈസ്. ഇനി ആ ചിക്കൻ ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ആക്കി വെച്ച ഹവായിജ് സ്പൈസ് പൗഡർ ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗറും 1 മാഗി ക്യൂബും അതിങ്ങനെ പൊട്ടിച്ചിട്ട് വിതറി കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിന് ബസ്മതി അരിയ യൂസ് ചെയ്യുന്ന, നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് 1/2 അവർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ എടുക്കുന്ന 2 ഉള്ളി, 1 ക്യാപ്സിക്കം, 2 തക്കാളി. ഇനി ഞാനൊരു ട്രാൻസിഷൻ കാണിച്ചു തരട്ടെ. ഈ കട്ടിങ് ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എത്ര സിമ്പിളാണ്. ഇനി ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ചധികം ഏലക്കായും ഗ്രാമ്പും ഇട്ടിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളി ഇടാം. ഉള്ളിയെല്ലാം നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാനുണ്ട് ഇത്. അതുകൊണ്ട് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. അവിടുന്ന് നല്ലോണം അങ്ങ് വെന്തോട്ടെ. ഇനി പണിയുണ്ട്. അപ്പത്തെ സ്റ്റൗവിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അങ്ങ് വേവിക്കാം. ചിക്കനിലേക്ക് നമുക്ക് അരി വേവിക്കാൻ കണക്കായ വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാൻ. ബിക്കോസ് ചിക്കൻ സ്റ്റോക്ക് വാട്ടർ നമുക്ക് വേണം. ഞാൻ 2 കപ്പ് അരി എടുത്ത് അതുകൊണ്ട് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം. പിന്നെ ഒരു മാഗി ക്യൂബും ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഇത് നമുക്ക് വേവിക്കാം. അപ്പുറത്ത് വെച്ച ഉള്ളിയില്ലേ, ഇനി അത് നോക്കാം. ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. നമുക്കിത് പിന്നെ മൂടി വെച്ചിട്ട് വേവിക്കാം. ഇത് നമ്മൾ ചിക്കനിടെ നല്ലോണം തളിച്ച് പതിച്ച് വെന്തോണ്ടിരിക്കുന്നുണ്ട്. സ്മെല്ല് എങ്ങനെയുണ്ട്? തിന്നാൻ തോന്നും, ഇപ്പം തന്നെ എടുത്ത് തിന്നാൻ തോന്നും, പക്ഷെ തിന്നാൻ പാടില്ല. ഇങ്ങനെ സബർ നോമ്പ് തുറക്കുന്നവരെ പിടിച്ചു വെക്കണം. നമ്മളെ തക്കാളി ചെറുതായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാം. പിന്നെ ഒരു ഡ്രൈ ലെമണും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനി ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ ചിക്കൻ മാറ്റി വെച്ചിട്ട് നമ്മൾ അരി വേവാൻ കണക്കായിട്ട് ചിക്കൻ സ്റ്റോക്ക് വാട്ടർ ഉണ്ടോ നോക്കിയിട്ട് മെഷർ ചെയ്തിട്ട് വെക്കാം. ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കം എല്ലാം നല്ലോണം വയന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ചിക്കൻ സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ സ്റ്റോക്ക് വാട്ടറിൽ 1 ഗ്ലാസ് കുറവുണ്ടായിരുന്നു. എനിക്ക് 4 കപ്പ് വെള്ളേനും വേണ്ട, അതിൻ്റെ അകത്ത് 3 കപ്പ് ഉണ്ടായിട്ടുള്ളൂ. 1 കപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്ലേവർ കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് മന്തി മസാല 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ബോയിലായിട്ട് വരുമ്പം അരി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കങ്ങ് വേവിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സീക്രറ്റ് ഇൻഗ്രീഡിയൻറ്റ്. ഇതിടുമ്പോൾ ഫ്ലേവർ കുറച്ചും കൂടി കൂടും, നല്ല ടേസ്റ്റും വരും. അല്ലമ്മ, ഇത് ഈ കുരുട്ട് ബുദ്ധി എനിക്ക് പറഞ്ഞത് എൻ്റെ കസിൻ.
അവൾക്ക് പ്രത്യേക നന്ദി അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ വേവിച്ച് ചിക്കൻ കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പണി ഫുള്ളായിട്ട് കഴിഞ്ഞ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് അടിപൊളി എന്ന് പറയുന്നതല്ല, നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് ഹവായ് സ്പൈസ് പൗഡറിൻ്റെ ടേസ്റ്റ്, മാഗി ക്യൂബിൻ്റെ ടേസ്റ്റ്, മന്തി മസാലൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.